BJP കേരളത്തിൽ വളരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വസിക്കണമെങ്കിൽ അത് ഞങ്ങളാണെന്ന് LDF പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് കോൺഗ്രസ് ആണ് നല്ലതെന്ന് പല ക്രിസ്ത്യൻ വോട്ടർമാരും ചിന്തിച്ചു തുടങ്ങി. സഭ അങ്ങനെയല്ല, സഭ തിരിച്ചാണ്. സഭ ഇപ്പോഴും BJPക്ക് ഒരു ലൈനിലാണ് വരുന്നതെങ്കിലും താഴെത്തട്ടിൽ കുറേ പേര് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. CPM സംബന്ധിച്ചിടത്തോളം ഹിന്ദു വോട്ടുകളില്ലെങ്കിൽ അവരുടെ ജീവനാടി പോയി. അതായത് നല്ലൊരു ശതമാനം ഇല്ലെങ്കിൽ ഏതാണ്ട് നായർ വോട്ടുകൾ, ഏതാണ്ട് മെജോറിറ്റി ഈഴവ വോട്ടുകൾ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ, ഇത് അവരുടെ കുത്തകയാണ്. ഹിന്ദു വോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ട് LDFും UDFും അടിച്ചുകൊണ്ട് പോവുകയും BJP ശുഷ്കമായ ഒരു ഹിന്ദു പാർട്ടിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ 21 വരെയുള്ള പിക്ചർ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം കാണാൻ പോകുന്നത് അതിനിർണായകമായ 2 തെരഞ്ഞെടുപ്പുകളാണ്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും, അതിന് പിന്നാലെ അധികം വൈകാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രചാരണവേളയിൽ പയറ്റാവുന്ന അടവുകൾ എല്ലാം മുന്നണികൾ പയറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഏതറ്റം വരെയും വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി അവർ പ്രയോഗിക്കുകയും ചെയ്യും. BJPയുടെ കടന്നുവരവും അവരുടെ വളർച്ചയുമാണ് ഇത്തരത്തിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രചാരണ തന്ത്രങ്ങൾ പയറ്റുവാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പ്രേരിപ്പിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. പരിശോധിക്കാൻ നമുക്ക് നിലവിലെ കേരള രാഷ്ട്രീയ രംഗം എത്രത്തോളം കലുഷിതവും ചൂടുപിടിച്ചതുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചില കാര്യങ്ങളിലൊക്കെ തന്നെ അതിതീവ്രമായ പ്രചാരണ വേലകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കന്യാസ്ത്രീ വിഷയമാണെങ്കിൽ തന്നെയും അതുപോലെ ഒട്ടേറെ വിഷയങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലായിടത്തും ഒരു ഓട്ട മത്സരത്തിൻ്റെ പ്രതീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയും ഓടിയെത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു തരത്തിലേക്ക് ജനങ്ങളുടെ വിഷയം മറുവശത്ത് നിൽക്കുകയാണെന്ന് ഓർക്കുക. തീർച്ചയായിട്ടും ഈ വൈകാരിക വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ജനകീയ വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വൈകാരിക വിഷയങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നു. ഇതിന് ചിലരൊക്കെ പറയുന്നത് ഏത് വിധേനയും തിരഞ്ഞെടുപ്പ് ജയിക്കണം എന്നുള്ളതാണ്. BJPയുടെ കടന്നുവരവാണ് അതിന് കാരണമായതെന്നും പറയുന്നുണ്ട്. ഇത്രയും ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് BJP കേരളത്തിൽ വളർന്നോ എന്ന് അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. 2016-ലും 2021-ലും ഒക്കെ LDFന് ഒരു ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു എഡ്ജ് കിട്ടിയിരുന്നു. ആ എഡ്ജിന് കാരണം BJPയെ ഇവിടെ തറപറ്റിക്കാൻ, എതിർത്ത് നിർത്താൻ, ഒരു താമര ഇതള് പോലും വിരിയിക്കാതിരിക്കാൻ ഞങ്ങൾക്കേ കഴിയൂ എന്ന ഒരു ധ്വനി അവരെപ്പോഴും മുന്നിൽ നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മുസ്ലിം ബെൽറ്റിൽ പോലും ചില വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. കുറേ പേരെ കുറേ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ അടർത്തിയെടുത്തിട്ടാണെങ്കിൽ പോലും കൊടുവള്ളി ആയാലും കുന്നമംഗലം ആയാലും അല്ലെങ്കിൽ തവനൂർ എന്തിന് നമ്മുടെ മുനീർ ഇപ്പോഴത്തെ ഇലക്ഷൻ നടന്ന മണ്ഡലം ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള അവർക്ക് കൈക്കലാക്കുന്നതിന് ഒരു ചാൻസ് കിട്ടും എന്നുള്ള പ്രതീതി അന്ന് അവർക്കുണ്ടായിരുന്നു. 2016-ലായാലും 2021-ലായാലും. പക്ഷേ ഇന്നത് പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. അതിന് കാരണം 2024-ലെ ലോക്സഭാ ഇലക്ഷനിൽ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ BJP പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഹിന്ദു വോട്ടിൽ ഭൂരിഭാഗവും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളത്. അതായത് 2016-ലും 2021-ലും ഹിന്ദു വോട്ടെന്ന് പറഞ്ഞാൽ അതിൽ നായർ വോട്ടുകൾ മജോറിറ്റിയും ഈഴവ വോട്ടുകൾ കുറച്ചുമായിരുന്നെങ്കിൽ ഈ 2024 ആയപ്പോഴേക്കും പിക്ചർ മാറുകയാണ്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും കൂടെ വന്നപ്പോഴേക്കും ഏതാണ്ട് നായർ ഈഴവ വോട്ടുകൾക്ക് പുറമേ മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളിലെയും കൂടെ വോട്ടുകൾ ഇവർക്ക് വരുന്നു. പിന്നെ പേരിനെങ്കിലും കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും കിട്ടി. ഇത് 2 മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്തായാലും അവർ ഇതാണ് പറയാതെ പറയുകയാണ്, പിക്ചർ അബി ബാക്കി ഹേ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് തോന്നുന്നു. ഇപ്പോഴും വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതായത് ചിലപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിലെ അന്തഛിദ്രവും ഒക്കെ തന്നെ ആയിരിക്കാം അതിലേക്ക് പോകുന്നത്. അതൊരു കാരണമാണ്. പിന്നെ LDF വിചാരിച്ചിരുന്നത് 3-ാം ഊഴം അനായാസമാണെന്ന്. കാരണം
അതാണ് എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു ഇത്. അപ്പം ഇടതുപക്ഷം പോലൊരു പ്രസ്ഥാനം, അല്ലെങ്കിൽ CPM ആണ് ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നത്, LDF നേതൃത്വം കൊടുക്കുന്നത്. അവർക്ക് ശക്തമായ അടിവേരുണ്ട് കേരളത്തിൽ. വളരെ വലിയ പോരാട്ടങ്ങളിലൂടെയും ത്യാഗത്തിലൂടെയും ഒക്കെ വളർന്നു വന്ന പ്രസ്ഥാനമാണ്. ഉജ്ജ്വലമായ പോരാട്ട ചരിത്രം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ചരിത്രവും സംസ്കാരവും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അവരെ മാറ്റി നിർത്താൻ സാധിക്കില്ല. മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു അവർ. തുടർഭരണം നേടി മുന്നോട്ട് വരികയുമാണ്. വളരെ ശക്തനായ ഒരു നേതാവിന് കീഴിൽ മുന്നോട്ട് പോകുന്നു. കുറേയേറെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും പ്രതിപക്ഷം ദുർബലമായതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുമായിരുന്നു. എന്നിട്ടും അവർ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു സംഭവം. അവിടുത്തെ പിന്നെ കണക്കുകളാണ് അവിടുത്തെ കഥ പറയേണ്ടത്. അതായത് 2016 ഒരു ഉദാഹരണം പറഞ്ഞാൽ LDFന് 44% അല്പം കൂടുതൽ വോട്ട് ലഭിക്കുകയുണ്ടായി. UDFനാകട്ടെ 38% വോട്ടേ ലഭിച്ചുള്ളൂ. ഓക്കെ. അന്ന് BJPക്ക് 15% വോട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ ഈ LDFന് കിട്ടാനുള്ള വോട്ടുകൾ അവരുടെ പോക്കറ്റിൽ വീഴുകയും അവർക്ക് 44-നും അല്പം മുകളിൽ വോട്ടും പെർസെൻറ്റേജ് നിർത്താൻ കഴിഞ്ഞു. ഇതിനു മുമ്പ് UDF LDF തമ്മിൽ 1%-ൻ്റെ ഒക്കെ വ്യത്യാസത്തിലാണ് നിന്നിരുന്നത്. 45-40 ഇടയിലായിരുന്ന ഒരു വോട്ടിംഗ് ഷെയറിൽ അവർ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ 16 മുതൽ പിക്ചർ അങ്ങ് മാറി. 16 മുതൽ പിക്ചർ മാറിയതിൻ്റെ പ്രധാന കാരണം ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ കൂടെ ഇടതുപക്ഷം കൈകടത്താൻ തുടങ്ങി. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, മലപ്പുറത്തെ ഉള്ള ബെൽറ്റുകളിൽ അൻവറിൻ്റെയൊക്കെ സ്വാധീനം. അൻവർ അപ്പം വന്ന് വരികയാണ്. അൻവറിൻ്റെ രംഗപ്രവേശനത്തോടും കൂടി അതിനു മുമ്പേ ജലീൽ വന്നപ്പോൾ മുതലേ ഈ മാറ്റം തുടങ്ങി. പിന്നെ മഞ്ഞളാംകുഴി അലി, PTA റഹീം, ഇങ്ങനെ ആ ഭാഗത്തു നിന്നുള്ള നേതാക്കളുടെ ഒരു പറ്റം ഇവിടെ വരികയും LDFന് മുസ്ലിം വോട്ടുകളിലൊരു മേധാവിത്വം വരികയും. അതിൽ എനിക്കൊന്ന് ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് അവർക്ക് പൂർണ്ണമായിട്ടും, അതായത് BJPയെ കേരളത്തിൽ വളരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വസിക്കണമെങ്കിൽ അത് ഞങ്ങളാണെന്ന് LDFന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഇത് അതേ റിസൾട്ട് തന്നെയാണ് 21-ലും 39% കോൺഗ്രസിന് കിട്ടിയുള്ളൂ. എന്നാൽ 43% വോട്ട് LDFന് കിട്ടി. അന്ന് BJPയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞ വെറും 1%. 15 ആയിരുന്ന 2016-ൽ 15 ആയിരുന്നത് 2021-ൽ 16 16. 39-43 ഇങ്ങനെയായിരുന്നു. അപ്പോൾ അപ്പോഴും വന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഈ BJP ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയ വോട്ടുകൾ അധികവും LDFൻ്റെ ഹിന്ദു വോട്ടുകളായിരുന്നു അന്ന്. അപ്പോൾ അതിനൊരു പ്രധാന കാരണം ഈ ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ പലതും 2021-ൽ പോലും LDFന് അനുകൂലമായിട്ടാണ് നിന്നത്. അപ്പോൾ അന്ന് 2021-ലും അങ്ങനെയായിരുന്നു. അതിൻ്റെ ബെനിഫിറ്റാണ് അവർക്ക് 43% കിട്ടുകയും 99 സീറ്റിനടുപ്പിച്ച് അവർക്ക് കിട്ടുകയും ചെയ്തത്. എന്നാൽ അത് കഴിഞ്ഞ് വന്നപ്പോൾ പിക്ചർ ആകെ മാറി. രണ്ട് വിധത്തിൽ മാറി. ഒന്ന്, ഈ 2024 ആയപ്പോഴേക്കും അമിത്ഷാ മോദി കൂട്ടുകെട്ടിൻ്റെ അതിതീവ്രമായ പ്രചരണ ശൈലികൾ കേരളത്തിലേക്ക് വന്നു. കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കേരളത്തിൽ സീറ്റ് പിടിച്ചേ പറ്റൂ, നമുക്ക് അങ്ങനെ ബാലികാറാമലയെ ഇല്ല, ഇവിടെ താമര വിരിയണം എന്ന് പറഞ്ഞ് അവർ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും തൃശ്ശൂർ സുരേഷ് ഗോപിയും എങ്കിലും മിനിമം ജയിച്ചിരിക്കണം എന്നുള്ളതിൽ അവർക്ക് പ്രതീക്ഷ. 2 അക്കം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത്, മോദി ജി ഇവിടെ വന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. 2 അക്കം എന്ന് പറയുന്നത് ഈ 2 സീറ്റുകളായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. ശരിയാണ്, തിരുവനന്തപുരവും തൃശ്ശൂരും. ഒപ്പം ആറ്റിങ്ങലിനും അതിന് സാധ്യതയുണ്ട്. എന്തായാലും അതിന് സാധ്യതയുണ്ട്, പക്ഷെ അത് അത്ര ഉറപ്പില്ലായിരുന്നു. പക്ഷെ തിരുവനന്തപുരവും തൃശ്ശൂരും പിടിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. ഇതോടുകൂടി അടിത്തട്ടിൽ ഭയങ്കരമായ വർക്ക് നടക്കുകയും ഒപ്പം ഈ LDF ഗവൺമെൻറ് പോലും ഒരു ന്യൂനപക്ഷ പ്രീണന നയമാണ് നടത്തുന്നതെന്ന് ഹിന്ദുക്കളിൽ ഒരു തോന്നലുണ്ടായി ആ സമയത്ത്. മുമ്പേ വന്നു. കാരണം ഈ നമ്മുടെ ശബരിമല പ്രശ്നം വന്നപ്പോൾ മുതൽ അതുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം. പക്ഷേ അത് 21-ൽ വോട്ടായി മാറിയില്ലെന്ന് തോന്നുന്നു. പൂർണ്ണമായിട്ട് വോട്ടായി മാറിയില്ല. അതിന് കാരണം ഈ BJPക്ക് ആ രീതിയിൽ ആ ഹിന്ദു വോട്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ CPMനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ഹിന്ദു വോട്ടുകൾ അന്ന് പോയത് UDFനാണ്. പക്ഷേ UDFൻ്റെ കയ്യിലിരുന്ന
പിന്നെ മുസ്ലിം വോട്ടുകൾ നേരെ നേരെ കുറെ ഭാഗം ഇപ്പുറത്ത് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞ ആ ബെൽറ്റിൽ ഒരു ക്രോസ് വരികയും യു ഡി എഫിന് അത്രത്തോളം, എന്നാൽ യു ഡി എഫിന് മുസ്ലിം വോട്ടുകളും കൂടെ കിട്ടുകയായിരുന്നെങ്കിൽ ഒരു വൻ വിജയം വന്നേനെ. അതുപോലെ തന്നെ കേരള കോൺഗ്രസിനെ ഇതിനകത്ത് കൊണ്ടുവന്നതും അവർക്ക് അടിയായി. ശരിയാണ്, യു ഡി എഫിന് അടിയായി. എൽ ഡി എഫിന് വലിയ നേട്ടമായെന്ന് തോന്നുന്നു. എൽ ഡി എഫിന് അത് നേട്ടമായി തൽക്കാലത്തേക്കെങ്കിലും. കാരണം അന്ന് ജോസ് കെ മാണി ഇപ്പുറത്ത് വന്നതും അവർക്ക് ഗുണമായി. അപ്പം ക്രിസ്ത്യൻ്റെ ഒരു വിഭാഗം, മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം, ഹിന്ദുക്കളുടെ പരമ്പരാഗത വോട്ടുകളൊക്കെ ഏകദേശം പിന്നെ CPM കയ്യിൽ. അപ്പോൾ 21 അതായിരുന്നു അവസ്ഥ. ഇല്ല, 21 അതായിരുന്നു അവസ്ഥ. എന്നാൽ അത് കഴിഞ്ഞ് പിക്ചർ മാറി. 2024 നരേന്ദ്രമോദി അമിത്ഷാ ടീമിൻ്റെ ആക്രമിച്ചുള്ള ആ ഒരു പ്രചരണ ശൈലിയും അടിത്തട്ടിൽ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന പ്രവർത്തന രീതിയും പിന്നെ LDFും UDFും ഇവിടെ ഈ മുസ്ലിം ക്രിസ്ത്യൻ പ്രീണനമാണ് നടത്തുന്നതെന്നും ഹിന്ദുക്കൾക്ക് ആരുമില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് വന്ന ചില ചിന്തകളും ഒക്കെ കൂടെ ആയപ്പോഴേക്കും ഈ ഹിന്ദു വോട്ടുകളുടെ എണ്ണം കൂടുതലായിട്ട് BJPയിലേക്ക് മറിയുകയും തുടങ്ങി. അവർ 20% വോട്ട് ഈ 2024 പിടിക്കുകയും ചെയ്തു. അതായത് 4% ഷിഫ്റ്റാണ്. അതിലൊരു വലിയ കാരണം ഞാൻ ചോദിക്കുകയാണ്, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാരെല്ലാം നല്ല സ്ട്രോങ് ആയിരുന്നു, വലിയ മര്യാദയൊന്നും പരിക്കൊന്നും ഇല്ലാണ്ട് പോയി. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ ഈ പല മന്ത്രിമാർക്കെതിരെയും വലിയ ആരോപണം, ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. അതിന് പുറമെ വേറൊരു കാര്യം കൂടെ വേറൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. അതായത് BJPയും CPMും തമ്മിൽ ഒരു അന്തർധാരയുണ്ടെന്നുള്ളത് ഈ പിന്നെ പല വിവാദങ്ങൾ വന്നതോടുകൂടി അതങ്ങ് അവർക്ക് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കൊക്കെ ഏകദേശം വ്യക്തമായി സംശയിക്കാനും തുടങ്ങി. കാരണം NIA വരുന്നു, ED വരുന്നു, പക്ഷേ ടാറ്റ പറഞ്ഞ് ക്ലിഫ് ഹൗസിൽ കയറാതെ പോകുന്നു. ഇത് അവർക്ക് ഇപ്പം പിടിക്കുമെന്ന് പറഞ്ഞാൽ അല്ലാതെ പിടിച്ചുമില്ല. അവിടെ ഇപ്പം ക്ലിഫ് ഹൗസിൽ കയറുമെന്ന് വരെ പറഞ്ഞു, പക്ഷേ കയറിയില്ല. അപ്പോൾ ഇവർക്കൊരു കാര്യം സംശയമായി, ഇത് മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ഒരു കളിയാണ്, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവൻ CPMൽ നിന്ന് അകറ്റാൻ ഇടയാക്കി എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ VD സതീശൻ ഞങ്ങൾ 100 സീറ്റ് പിടിക്കുമെന്ന് പറയാൻ കാരണം എന്നറിയാമോ? മുസ്ലിം കമ്മ്യൂണിറ്റി N ബ്ലോക്കായിട്ട് UDFിൻ്റെ കൂടെ നിൽക്കുമെന്ന് അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ ആത്മവിശ്വാസമുണ്ട്. മുസ്ലിം ലീഗിനും വളരെ കോൺഫിഡൻ്റ് ആണ്. മുസ്ലിം ലീഗ് വളരെ കോൺഫിഡൻ്റ് ആണ്. ഇതിന് പുറമെ ഈ ക്രിസ്ത്യൻ വോട്ടുകളിൽ നല്ലൊരു വിഭാഗം മുമ്പ് പിന്നെ മാണിയുടെ കൂടെ പോയിരുന്നെങ്കിൽ, ജോസ് കെ മാണിയുടെ കൂടെ പോയിരുന്നെങ്കിൽ അത് തിരിച്ച് ജോസഫ് വിഭാഗം പിടിച്ചെന്ന് തോന്നുന്നു. ജോസഫ് വിഭാഗത്തിൻ്റെ പേരിലല്ല, നമുക്ക് കോൺഗ്രസ് ആണ് നല്ലതെന്ന് പല ക്രിസ്ത്യൻ പിന്നെ വോട്ടർമാരും ചിന്തിച്ചു തുടങ്ങി. സഭ അങ്ങനെയല്ല, സഭ തിരിച്ചാണ്. സഭ ഇപ്പോഴും BJPക്ക് ഒരു ലൈനിലാണ് വരുന്നതെങ്കിലും താഴെത്തട്ടിൽ കുറേ പേര് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഇതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത് CPMൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകളാണ് കേട്ടോ. പള്ളികളിലൊക്കെ ഒരുപാട് ബഹളം ഉണ്ടായിക്കൊണ്ടും ഒക്കെ പല വിധത്തിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ പിന്നെ BJPയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടിയത് കോൺഗ്രസിനാണ് കൂടുതൽ കിട്ടിയത്. അതുകൊണ്ടാണ് CPI കഴിഞ്ഞ സമ്മേളനത്തിൽ കോട്ടയത്ത് പറഞ്ഞത്, നേതാക്കൾ മാത്രമേ ജോസ് കെ മാണിയുടെ കൂടെയുള്ളൂ, അണികളെല്ലാം കോൺഗ്രസ് UDFിലേക്കാണ് നിൽക്കുന്നത്. അതായത് കുറച്ച് ജോസഫിൻ്റെ കൂടെയും കുറച്ച് കോൺഗ്രസിൻ്റെ കൂടെയായിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഇക്വേഷനായി CPMനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വോട്ടുകളില്ലെങ്കിൽ അവരുടെ ജീവനാടി പോയി. അതായത് നല്ലൊരു ശതമാനം ഇല്ലെങ്കിൽ ഏതാണ്ട് നായർ വോട്ടുകൾ, ഏതാണ്ട് മെജോറിറ്റി ഈഴവ വോട്ടുകൾ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ, ഇത് അവരുടെ കുത്തകയായിരുന്നു. അതുകൊണ്ടാണ് CPM ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ CPIയും അതുപോലെ തന്നെയാണ്, ഹിന്ദു പാർട്ടി തന്നെയാണ്. ഈ പോക്ക് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ചിലപ്പോൾ MV ഗോവിന്ദൻ്റെ ചില പരാമർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി RSന്റെ കൂടെ നിൽക്കാം, അത് പിന്നെ പറ്റില്ലെന്നുള്ളതായി പണ്ട് സഹകരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതൊരു അങ്കലാപ്പ് അവർക്കുണ്ട്. ഈ അങ്കലാപ്പ് എന്ന് പറയുന്നത് ഈ ഇലക്ഷനിൽ അവർക്ക് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തണം, എന്നാൽ ഭൂരിപക്ഷം പോകാനും പാടില്ല. പക്ഷേ 21 ശേഷം ഈ ന്യൂനപക്ഷങ്ങൾ കുറെ അകന്നു പോയിട്ടുണ്ട്. അതെ, 24 അത് തെളിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ അതുപോലെ തന്നെ BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അത് 25% വരെ ആയി എന്ന് ഒരു സംശയവും ഉണ്ട്. അപ്പോൾ ഇതാണ് LDFിനെ ആശങ്കപ്പെടുത്തുന്നത്. ഇത് തന്നെയാണ് UDFിനെ ആശങ്കപ്പെടുത്തുന്നത്. UDFിൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വളരെ ഇഫക്റ്റീവായി പ്രവർത്തിച്ചിരുന്നു. പലപ്പോഴും സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ശക്തമായി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരുന്നു. എൻ്റെ ഒരു സംശയമാണ്. പക്ഷേ കോവിഡ് എല്ലാവരെയും സംഘം ചേരലിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ നമ്മളെല്ലാം വീട്ടിലൊതുങ്ങുകയും
പിന്നെ നമ്മുടെ കിറ്റ്, പിന്നെ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ആ ഒരു ആശ്വാസ വചനം, ഇതിലൊക്കെ ജനം അങ്ങ് മതിമറന്നുപോയി. അതാണ് 21-ൽ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അതായത് അന്ന് രമേശ് ചെന്നിത്തല ഒരു ഒറ്റയാൻ പോരാട്ടം പോലെ ആയിപ്പോയി. വേണ്ടത്ര സപ്പോർട്ട് അദ്ദേഹത്തിന് ടീം ശരിയായില്ല, ടീം വർക്ക് അദ്ദേഹത്തിന് ചിലരൊക്കെ ഒത്തുവന്നില്ല. മറ്റ് നേതാക്കളൊക്കെ വിചാരിച്ചാണ് അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങ് ഷൈൻ ചെയ്യേണ്ടത്. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതുപോലെ ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു പ്രോപ്പർ കോൺഫിഡൻസ് പിടിക്കാനും സാധിച്ചില്ല. അതുപോലെ തന്നെ കൈവിട്ടുപോയ മാണി, അതൊരു പ്രധാന ഘടകമായിരുന്നു കോട്ടയത്ത് ആ സമയത്ത്. അപ്പോൾ കറക്റ്റ് ഇക്വേഷനിൽ CPM വരികയും CPMന് വലിയ തിരക്കേടില്ലാത്തൊരു ഭരണം നടത്തി കോവിഡ് കാലത്ത് നമ്മളെ രക്ഷിച്ചു, കിറ്റ് തന്നു, സാന്ത്വനം തരുന്ന ഒരു പ്രസ്ഥാനമാണെന്നൊക്കെയുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും 21-ൽ വീണ്ടും LDFന് ഗുണം ചെയ്തു. അപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓക്കെ, അന്ന് പ്രളയവും കോവിഡും ഒക്കെ എല്ലാം LDFന് രക്ഷകൻ എന്നുള്ളൊരു പരിവേഷം കൊടുത്തു. കോൺഗ്രസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അന്തഛിദ്രം അതിനുശേഷം പെരുകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു വെപ്രാളമായിരുന്നു. അതായത് മുഖ്യമന്ത്രിയാകണം, എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് അവർ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറുകയും രമേശ് ചെന്നിത്തല പുറകോട്ട് പോവുകയും ഇലക്ഷൻ അടുത്തപ്പം മുമ്പോട്ട് വരാനുള്ള ശ്രമം നടക്കുകയും എന്നാൽ VD സതീശൻ ഏതാണ്ട് ഒരു വലിയ ഫിഗറായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ ഇനിയിപ്പോൾ അടുത്ത UDFന് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി VD സതീശനാണെന്നുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ തോന്നൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഈ ഒരു 100 സീറ്റ് എന്നുള്ളതിലേക്ക്. 100 സീറ്റ് അല്ല, അദ്ദേഹം 100 സീറ്റ് എന്ന് പറയുന്നത് വേറൊരു കാര്യം നോക്കിയിട്ടാണ്. അതായത് 24-ലെ വോട്ട് നോക്കിയിട്ടാണ്. 24-ലെ വോട്ട് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ ഏതാണ്ട് നല്ലൊരു പങ്ക് CPMന്റെ ഭാഗത്തു നിന്നും പിന്നെ BJP പിടിച്ചു. അപ്പോൾ ഇനി ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് കിട്ടുമെന്നൊരു ധാരണയുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ ഇപ്പം പള്ളിയും പിന്നെ നമ്മുടെ കന്യാസ്ത്രീ പ്രശ്നവും എല്ലാം കൂടെ വന്ന് അതും നല്ലൊരു ശതമാനം കിട്ടുമെന്നുള്ള ധാരണയും കൂടെ വന്നപ്പോഴാണ് 100 സീറ്റ് എന്ന് അദ്ദേഹം പറയാൻ കാര്യം. അപ്പം 100 സീറ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും CPM നല്ലപോലെ മെലിയണം. ഇത് സംഭവിച്ചില്ലെങ്കിൽ ആ 100 സീറ്റ് നടക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ BJPയുടെ BJPയെ കുറിച്ചുള്ള ആശങ്കയിലേക്ക് വരുമ്പോൾ കോൺഗ്രസും അല്ലെങ്കിൽ UDF നേതൃത്വത്തിനും ആകെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ അങ്ങ് പറഞ്ഞു ന്യൂനപക്ഷ വോട്ടുകൾ അവർ ഉറപ്പിച്ചു. അതെ, ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കന്യാസ്ത്രീ സംഭവം കൂടെ നടന്നപ്പം ക്രിസ്ത്യനും മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് കൈക്കലായിട്ടുണ്ട്. പിന്നെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകളിൽ ഒരു ഭാഗം എങ്ങനെ പിടിക്കണമെന്നുള്ളത് മാത്രമാണ് അവരിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. പക്ഷേ അത് പിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ CPMന് വലിയ ദോഷമാവും. CPMനുള്ള വോട്ടുകൾ കൂടെ പോകുന്ന ഒരു സാഹചര്യം വരുമോ എന്നവർക്ക് ഭയമുണ്ട്. പക്ഷേ CPMന് ഒരു ചെറിയ ജനകീയ അടിത്തറ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അവർ കണക്ക് കൂട്ടുന്നത് അങ്ങനെയല്ല. അവർ കണക്ക് കൂട്ടുന്നത് BJPയിലേക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ പോകാതിരിക്കുക. BJP ഉള്ള ഹിന്ദു വോട്ട് പിടിച്ചോട്ടെ, അതിലധികവും കോൺഗ്രസിൽ നിന്ന് വരികയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പോയാലും കുഴപ്പമില്ല. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു കാരണവശാലും BJPയിലേക്ക് പോകരുത്. അതാണ് ഈ കന്യാസ്ത്രീ പ്രശ്നത്തിൽ CPM വീണ്ടും സജീവമായിട്ട് വന്നത്. ഇതിനിടയിൽ ഈ 2021-നും 25-നും സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ അടുത്തിടെയായിട്ട് ഈ ഒരു വർഷത്തെ കാലയളവിൽ സംഭവിച്ച ഒരു വലിയ മാറ്റം എനിക്ക് തോന്നുന്നു BJPയുടെ നയമാറ്റമാണെന്ന് തോന്നുന്നു. അത് LDFന് ആശങ്ക കൊടുക്കുന്നതായിരുന്നു. വളരെ ആശങ്ക. അങ്ങ് നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM, ആ ഹിന്ദു പാർട്ടിയുടെ വോട്ടും കൂടി നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ആദ്യം എന്തായിരുന്നു BJP കരുതിയിരുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ പോലെ തന്നെ കോൺഗ്രസ് മുക്ത കേരളമായിരുന്നു. അപ്പോൾ CPMനെ വളരാൻ അനുവദിക്കുക. അവർ ബംഗാളിലെ പോലെ എങ്ങനെയും വളർന്നുകൊള്ളട്ടെ, ബംഗാളിലെ പോലെ അവർ നശിച്ചു പോകും. വളർന്ന് മുഴുവൻ ഹിന്ദുക്കളെയും UDFിൽ നിന്ന് അകറ്റുക, അതായിരുന്നു അവരുടെ തന്ത്രം. പക്ഷേ ഇപ്പോൾ അവർ മാറ്റിയിരിക്കുന്നെന്ന് തോന്നുന്നല്ലേ? ഇപ്പോൾ അവർ പിക്ചർ മാറ്റി. അവർക്ക് മനസ്സിലായി മെജോറിറ്റി ഹിന്ദുക്കൾ നിൽക്കുന്നത് CPMലാണ്. അത് സംഘപരിവാർ സംഘടനകളുടെ ഒരു അജണ്ട അതുണ്ട്. അതായത് നമുക്ക് സ്ഥായിയായി നിൽക്കുന്നത് ഹിന്ദു വോട്ടുകളാണ്. നമ്മൾ ക്രിസ്ത്യൻ വോട്ടും എന്നൊക്കെ പറഞ്ഞ് പോയാൽ ഇതുപോലെ ഒരു കന്യാസ്ത്രീ വിഷയം വന്നാൽ വീണ്ടും അത് മറിഞ്ഞു പോകാമെന്നുള്ളതേ ഉള്ളൂ. അതിനി പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് സംശയമാണ്. അതുകൊണ്ട് കോൺഗ്രസിലും CPMലും ഉള്ള ഹിന്ദു വോട്ടുകൾ മാക്സിമം നമ്മുടെ കൈക്കലാക്കാൻ നോക്കണം. അതിന് ഇപ്പോൾ കന്യാസ്ത്രീ വിഷയം പോലെയുള്ള വിഷയങ്ങൾ വന്നിരിക്കുന്നത് ഹിന്ദു വോട്ടർമാരിൽ താഴെത്തട്ടിൽ പ്രചരിപ്പിക്കണമെന്നുള്ളതാണ് അവരുടെ ആശയം. അതായത് കണ്ടോ, അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരെല്ലാം പിന്നെ BJPയുമായിട്ടുള്ള ഐക്യമൊക്കെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ അവർക്ക് ഹിന്ദുവും വേണ്ട, BJPയും വേണ്ട, ഒന്നും വേണ്ട. ആ സമയത്ത് അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അവരതിനെ എന്ത് മുദ്രാവാക്യവും വിളിക്കും, ആരുമായിട്ടും കൂടും എന്നുള്ള ശൈലിയിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു വന്നതാണ്. പക്ഷേ ആ മുറിവുകൾ ഇപ്പം ഉണക്കി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ. പക്ഷേ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം. അതായത് നമ്മുടെ ഡെമോഗ്രാഫിക് സിറ്റുവേഷൻ അതുകൊണ്ടാണ് അവർ പറയുന്നത്, സംഘപരിവാർ സംഘടനകൾ പറയുന്നത് നമ്മൾ നമ്പേണ്ടത്
ഹിന്ദു വോട്ടുകളാണ്. ഓക്കെ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുള്ള പാർട്ടി നമ്മളായിരിക്കണം. ബാക്കി അവർ തമ്മിൽ ഷെയർ അടിച്ചോട്ടെ. അതെ, പിക്ചർ മാറ്റി കൊടുക്കാനാണ് പറയുന്നത്. അതായത് ഇപ്പം ചെയ്യുന്നത് എന്തറിയാമോ, ഹിന്ദു വോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ട് LDFും UDFും അടിച്ചുകൊണ്ട് പോവുകയും BJP ശുഷ്കമായ ഒരു ഹിന്ദു പാർട്ടിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ 21 വരെയുള്ള പിക്ചർ. അത് 24 കുറേശ്ശെ മാറി. ഇനി അത് 26 വളരെ വലിയ മാറ്റം വരുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് അവരുടെ ഫോക്കസ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ചോദ്യം ഒന്നുകൂടെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ, ഈ കന്യാസ്ത്രീ അറസ്റ്റ് പോലുള്ള വിഷയങ്ങൾ ഇനിയും ഉണ്ടായാൽ, കാരണം ഇവിടെ അതെപ്പോഴും ഉണ്ടാവാം, ഇവിടെ അത് ഉണ്ടാക്കാനും ചെയ്യാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഇന്ത്യയിൽ എന്നും ആരെങ്കിലുമൊക്കെ ആയിട്ട് അടിയും വെട്ടും കുത്തുമൊക്കെ നടക്കും. കാരണം ഞാൻ മുമ്പും പറഞ്ഞ പോലെ 28 രാജ്യങ്ങളാണ്, 28 സംസ്ഥാനങ്ങൾ. കാരണം ഓരോരുത്തരും ജനസംഖ്യ നോക്കിയാൽ ജർമ്മനിയുടെ ജനസംഖ്യ തമിഴ്നാട്ടിലുണ്ട്, ഫ്രാൻസിൻ്റേത് ആന്ധ്രാപ്രദേശിലുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, യഥാർത്ഥ ഉപഭൂഖണ്ഡം തന്നെയാണ്. അല്ല, മെയിൻ ഭൂഖണ്ഡമാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, ആ വിധത്തിലാണ് നമ്മുടെ ഡെമോഗ്രഫി കിടക്കുന്നത്, പിന്നെ പോപ്പുലേഷൻ കിടക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും BJPക്ക് ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കുന്നത് അവിടെ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അവർ കണ്ടുപിടിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഹിന്ദുവിൽ ഒരു വിഭാഗത്തിനെ ഈ മതമില്ലാത്തവനാക്കി, അല്ലെങ്കിൽ ഒന്നിലും ഇല്ലാത്ത കെട്ടവനാക്കി നിർത്താൻ CPM ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെന്നും അവരുടെ വോട്ട് ബാങ്കായിട്ട് നിൽക്കും. അതായത് മതേതരത്വം പറയുക, അതാണ് ഏറ്റവും വലിയ മാനത്തിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ ഇങ്ങനെ ഉണർത്തുക. അതേസമയം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും നിൻ്റെ പള്ളിയും നിൻ്റെ അമ്പലവും നിൻ്റെ നിസ്കാരവും നിൻ്റെ മതമാറ്റവും എല്ലാം നടന്നോട്ടെ എന്നുള്ളൊരു ശൈലിയും. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് നടന്ന ഒരു പിന്നെ ലവ് ജിഹാദ് എന്ന പേരിൽ നടന്ന പ്രശ്നങ്ങൾക്ക് പോലും മറ്റു പാർട്ടികളുടെ പ്രതികരണമില്ല, ഗവൺമെൻറ്റിൻ്റെ പ്രതികരണമില്ല. അതേസമയം ഒന്നുമില്ലാത്തൊരു കേസിൽ ഇപ്പം താമര വിരിഞ്ഞ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് ഇറങ്ങിയിരിക്കുകയാണ്. വേറെ ഒരു സംസ്ഥാനത്തും ഈ ഒരു പോലീസ് ഇറങ്ങി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല, കള്ള വോട്ട് നടന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ തങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു ലൈൻ ഇവിടെ നടക്കുന്നു എന്നുള്ളതും. പിന്നെ ഈ ലൈൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? മുസ്ലിങ്ങളെ കാണിക്കണം. എങ്കിലേ മുമ്പ് നിന്നിരുന്ന തവനൂറും താനൂറും അല്ലെങ്കിൽ പിന്നെ മറ്റ് പരിസര കോഴിക്കോട് ചില മണ്ഡലങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കൊണ്ടോട്ടി പോലുള്ള മണ്ഡലങ്ങളോ കുന്നമംഗലോ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വീണ്ടും ഒരു പച്ച പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കളി വീണ്ടും ആവശ്യമാണ്. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ, അതായത് ഹിന്ദു വർഗീയതയ്ക്കെതിരെ ഞങ്ങളാണ്, അല്ലെങ്കിൽ BJPക്കെതിരെ ഞങ്ങളാണ് എന്ന് പറയാൻ CPMന് കിട്ടുന്ന ആയുധങ്ങളെല്ലാം അവർ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ വിഭജന ഭീതി ദിനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി തന്നെ ചാടി വീണിരിക്കുന്നത്. അതൊന്നും ഇവിടെ നടപ്പില്ല എന്ന് പറഞ്ഞ് ശക്തമായി ചാടി വീണത് അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള സാധ്യമായ എല്ലാ മാർഗവും ഉപയോഗിച്ച് ഒരുപാട് മാർഗങ്ങൾ പുതിയത് വരിക പരസ്പരം. അതുപോലെ വേറൊരു ലേറ്റസ്റ്റ് ഒരു BJPയുടെ നയത്തിൽ ഇപ്പോൾ മാറിയെന്ന് പറഞ്ഞില്ല, അതുപോലെ വേറൊരു നയവും അവരെടുത്തിട്ടുണ്ട്. ഈ ഹിന്ദുക്കൾ അധികം അവിടെ നിൽക്കുന്നത് പലപ്പോഴും പ്രവർത്തകർ മിണ്ടാതെ നിൽക്കുകയാണ്. ആ മിണ്ടാതെ നിൽക്കുന്നതിൻ്റെ കാരണം, പണ്ടൊക്കെ ആണെങ്കിൽ ആനുകൂല്യങ്ങൾ കൊടുത്തും കൂടുതൽ സർവീസ് കൊടുത്തും ക്ഷേമം കൊടുത്തും ജീവനക്കാർക്ക് കൂടുതൽ സേവനം കൊടുത്തുമൊക്കെയാണ് നിർത്തിയിരുന്നത്. ഇപ്പോൾ ജീവനക്കാരടക്കം, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവരടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തിയാണ് CPM നിലനിർത്തുന്നതെന്നുള്ള ഒരു മെസ്സേജ് ഡൽഹിയിൽ അമിത്ഷാ അടക്കമുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭീഷണി രാഷ്ട്രീയം ഇനി നടപ്പാക്കാൻ അനുവദിക്കരുത് എന്നൊരു പുതിയ ശൈലിയും കൂടെ BJPയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എനിക്കൊന്ന് CPMന് അത് വലിയൊരു തിരിച്ചടിയാണ്. CPM വലിയ തിരിച്ചടിയാണ്. ഞാൻ ചോദിക്കുമ്പോൾ അതാണ് സദാനന്ദൻ മാസ്റ്ററുടെ മെസ്സേജ് MP ആയത്, സദാനന്ദൻ മാസ്റ്റർ MP ആയതിൻ്റെ ഒരു ഘടകം അതാണ്. വേറൊന്നു കൂടിയുണ്ട്. അതായത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പലരുടെയും ഈ ഭീഷണിയുടെ രീതി, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ SFIയുടെ ഒരു വിഷയമുണ്ട്, ട്രേഡ് യൂണിയനുകളുടെ വിഷയമുണ്ട്, സാധാരണക്കാർ പോലും വലിയ DYFIയുടെ വിഷയമുണ്ട്, പിന്നെ സർവീസ് സംഘടനകളുടെ വിഷയമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല, സർവീസ് സംഘടനകൾ പൂർണ്ണമായും ജീവനക്കാരെ വരട്ടി വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഒപ്പം നിന്നില്ലെങ്കിൽ സ്ഥലം മാറ്റും, ഞങ്ങളുടെ ഒപ്പം ജാഥയ്ക്ക് വന്നില്ലെങ്കിൽ സ്ഥലം മാറ്റും, ഞങ്ങൾക്ക് പിരിവ് തന്നില്ലെങ്കിൽ സ്ഥലം മാറ്റും. അത് പല ജീവനക്കാരും ഏറ്റവും വെളിപ്പെടുത്തരുതെന്ന് അപേക്ഷയോടുകൂടി പറയുന്നത്. അതായത് കേരളത്തിൽ ഈ ട്രാൻസ്ഫർ നോംസ് കൊണ്ടുവന്നത് EK നായനാരാണ്. ആ ട്രാൻസ്ഫർ നോംസിനെ പുല്ല് വില കൽപ്പിച്ചത് ഇപ്പോഴിരിക്കുന്ന ഈ 2 കാലഘട്ടങ്ങളിലായിട്ടുള്ള സർക്കാരാണ്. അതിന് സർക്കാർ അത് സർവീസ് സംഘടനകൾക്ക് മൗനാനുവാദം കൊടുത്തിട്ടുമാണ്. ഓക്കെ, ഇത്
ശരിക്കും പറഞ്ഞാൽ CPM-ന് ഗുണമല്ല, ദോഷമാണ് ചെയ്യുന്നത്. വളരെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. അത് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഈ പോസ്റ്റൽ വോട്ടുകളിൽ ഭൂരിഭാഗവും അവർക്ക് എതിരായത് അതിൻ്റെ ഒരു അതെ. പിന്നെ ആദ്യ ലക്ഷണമാണ്. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് DA കൊടുക്കാറില്ല, എന്നാൽ IAS-കാർക്ക് DA കൊടുക്കുന്നു. ഇതൊക്കെ തിരിച്ചാണ് ചെയ്യേണ്ടത്. ആദ്യം ഏറ്റവും കുറവ് ശമ്പളം കിട്ടുന്നവന്, പെൻഷൻ കിട്ടുന്നവർക്കും ശമ്പളം കിട്ടുന്നവർക്കും DA കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ശമ്പളം കിട്ടുന്ന ഗസറ്റ് ഓഫീസർമാർക്ക് DA കൊടുക്കുക. അതും കഴിഞ്ഞിട്ട് IAS-കാർക്ക് DA കൊടുക്കുക. അപ്പോൾ ഇത് ഒരു പ്രണയന നയമാണ് IAS-കാർക്കും ജുഡീഷ്യറിക്കും. അപ്പോൾ ഇപ്പം മുകളിലിരിക്കുന്നവർ എല്ലാ ഇത് പ്രിവിലേജസും അനുഭവിക്കുകയും താഴെത്തട്ടിൽ 10,000 രൂപയും 5,000 രൂപയൊക്കെ പെൻഷനുള്ളവരുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ അതുകൊണ്ട് തികയില്ല. നമുക്കറിയാമല്ലോ, 200 രൂപ കിട്ടിയാൽ ഒരു ദിവസം 300-400 രൂപ കിട്ടിയാൽ പോലും മരുന്ന് വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നേതൃത്വം ഇനി തിരിച്ചറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ സംഘടനകളാണെങ്കിൽ തന്നെയും ട്രേഡ് യൂണിയനുകളാണെങ്കിൽ തന്നെയും ഇവർക്ക് വലിയ രീതിയിൽ പക്ഷേ അവർ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ചിലർ മാത്രമേ ഉള്ളൂ. അത് വളരെ കുറവാണ്. പക്ഷേ ഇപ്പം നടത്തുന്ന ഒരു ശ്രമം ഈ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം, പക്ഷെ അതൊരു ഗോഷ്ഠിയായി പോകുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഇതിന്റെ എഫക്റ്റ് റിയലായിട്ട് കിട്ടുമോ, ഇത് ചെയ്താൽ വീണ്ടും അപഹാസ്യരാകുമോ എന്നും ചിന്തിക്കുന്നവരുണ്ട്. അയ്യപ്പ ഭക്തരെ ഭീഷണിപ്പെടുത്തിയവർ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയും അവിടെ 2 വനിതകളെ കയറ്റുകയും ആചാരവിരുദ്ധത കാണിക്കുകയും പിന്നെ അതിൻ്റെ പേരിൽ സ്ത്രീകളടക്കം ഇവിടെ പ്രക്ഷോഭത്തിന് വന്നപ്പോൾ അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയും 30-35,000 അറസ്റ്റുകൾ നടക്കുകയും ഒക്കെ ചെയ്ത് ആ കേസുകൾ പലതും ഇന്നും പിൻവലിച്ചിട്ടില്ല എന്നൊക്കെയാണ് സംഘപരിവാര സംഘടനകൾ. ഇതൊക്കെ താഴെത്തട്ടിൽ അവർക്ക് പ്രചരണം നൽകാൻ പോലീസുകാർ അയ്യപ്പ ഭക്തരെ ഒന്നിലും പെടാത്ത അയ്യപ്പ ഭക്തരെ പോലും ഓടിച്ചിട്ടടിക്കുകയും ഈ സ്ത്രീകളെ അവിടെ VIP സെക്യൂരിറ്റിയോടുകൂടി സന്നിധാനത്ത് കയറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ ഇമ്പാക്റ്റ് അത് ഓർമ്മപ്പെടുത്തലായിരിക്കും ഇതെന്നാണ് പറയുന്നത്. അത് മരിച്ചു കിടക്കുകയായിരുന്നു ആ ഒരു ഓർമ്മകൾ. പക്ഷേ അത് വീണ്ടും കൊണ്ടുവരാനായിട്ട് ഈ അയ്യപ്പ സംഗമം സഹായിക്കുമോ എന്നും അത് തിരിച്ചടിയാകുമോ എന്നും CPM-കാരിൽ തന്നെ പലരും ഭയക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും ഭയപ്പെടുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 35ഓളം മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിനുള്ള ബേസ് ഇപ്പോൾ അവർ കൊണ്ടുതരും. ഇത് 15 സ്ഥലങ്ങളിൽ പല വിധത്തിലും കൂടെ വരുത്തി 50 സീറ്റിൽ ത്രികോണ മത്സരമെങ്കിലും ഒപ്പിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി 35 അല്ല 30 നടത്തിക്കോളും എന്ന് വിചാരിക്കും. 30 നടത്തി ഒരു 10 സീറ്റെങ്കിലും 5 മുതൽ 10 വരെ സീറ്റുകൾ കിട്ടിയാൽ കേരളത്തിലെ ഇക്വേഷനാകെ മാറും. ഈ 10 സീറ്റ് ഇവർ പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 7-8 സീറ്റെങ്കിലും പിടിക്കുകയാണെങ്കിൽ അവരുടെ പിന്തുണയോ മൗനമോ ഇല്ലാതെ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞ പോലെ 100 സീറ്റ് പിടിക്കണം. 100 സീറ്റ് പിടിക്കണമെങ്കിൽ CPM അമ്പേ പരാജയപ്പെട്ടു പോകണം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 65 വീതം അങ്ങനെ 130 വല്ലതും വന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 10 സീറ്റ് BJP ആണ് പിടിക്കുന്നതെങ്കിൽ BJP ആരെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ ആരെയും പിന്തുണച്ചില്ലെങ്കിൽ മൗനമായിട്ടെങ്കിലും ഇരിക്കുമോ? പണ്ടത്തെ ശിവൻകുട്ടി മോഡൽ എന്ന് പറയും. തിരുവനന്തപുരത്ത് ശിവൻകുട്ടി മേയറായപ്പം ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷം കുറവായിരുന്നു. പാൽക്കുളങ്ങരയിലെ കൗൺസിലർ ആ സമയത്ത് സൈലൻസ് ആകും ഈ വോട്ടിംഗ് വരുമ്പോൾ. അപ്പോൾ പ്രതിപക്ഷത്തെ എല്ലാവരും ഒന്നുകിൽ അദ്ദേഹം ഒന്നിന് പോവും, അല്ലെങ്കിൽ സൈലൻ്റ് ആവും. അങ്ങനെയാണ് ശിവൻകുട്ടി ഇതിനെ മാനേജ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അല്ല, അദ്ദേഹം വളരെ മിടുക്കനാണ്. അപ്പോൾ അതുപോലെ ഇനി കേരള നിയമസഭയിൽ 7, 8 അല്ലെങ്കിൽ 10 താമര വിരിഞ്ഞാൽ ഈ വരാൻ പോകുന്ന പിക്ചർ ഇങ്ങനെയും ആകാം. അതെല്ലാം പ്രൊവൈഡഡ് BJPക്ക് ഈ പറഞ്ഞ 25% അതിലധികമോ വോട്ടുകൾ നേടാൻ കഴിയുമെങ്കിൽ. അപ്പം അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇരു മുന്നണികളും ഇപ്പോൾ പയറ്റുന്ന ഏറ്റവും വലിയ തന്ത്രം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്യാം. അത് നേരത്തെ പറഞ്ഞ ശിവൻകുട്ടി മിനിസ്റ്റർ, അദ്ദേഹത്തെ മറ്റു മന്ത്രിമാർ, ഈ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർ മാതൃകയാക്കാൻ നന്നായിരിക്കും. നമ്മളെല്ലാ മാധ്യമങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ ട്രോളിന് വിധേയനായ ഒരു മന്ത്രിയാണ് അദ്ദേഹം. പക്ഷേ സർവീസ് സംഘടനകൾ അഹങ്കാരം കാണിച്ചാൽ മൈൻഡ് ചെയ്യാതെ അവിടെ അടങ്ങിയിരിക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ധൈര്യം കാണിച്ചൊരു മന്ത്രിയാണ് അദ്ദേഹം. പല നല്ല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഈ അഭിപ്രായം ചിലരിലെങ്കിലും ഉയർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ഇനി അങ്ങോട്ട് ഒട്ടേറെ പേരിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ള പ്രകടനമാണ് മന്ത്രിമാരിൽ നിന്നും സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? മന്ത്രിമാരിൽ നിന്നും രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലും അദ്ദേഹം കർക്കശം കാണിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് നിയമത്തെ അദ്ദേഹം ജയിച്ചത്. വേറെ ഏതെങ്കിലും ഒരു CPM നേതാവായിരുന്നു അവിടെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും താമര വിരിഞ്ഞേനെ. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. 25% വോട്ട് നേടുന്നതിലേക്ക് BJP ഉയരുമോ?
BJP അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, പോസിറ്റീവ് രാഷ്ട്രീയമാണ് അവർ പയറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അതിനപ്പുറത്തേക്ക് അടിത്തട്ടിലേക്കുള്ള പ്രവർത്തനവും RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരിലൂടെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇടനിലനെയും ഒപ്പം തന്നെ UDFനെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അവർ പയറ്റുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നും ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന നാളുകളിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്ന ഒരു ഗോതയായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറും. അവിടെ ജനങ്ങളെ മറക്കാതെ ഒപ്പം നിർത്തിയുള്ള തമ്മിലടിപ്പിക്കാതെയുള്ള തന്ത്രങ്ങൾ പയറ്റി മുന്നോട്ട് പോകുവാൻ പാർട്ടികളും മുന്നണികളും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.